ടിഎസ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു ഗസ്റ്റ് പേപ്പർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏതാണ് പേപ്പർ ഒന്ന് നോക്കൂ. BEGC 102 അഥവാ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ അല്ലേ. പല ഇംഗ്ലീഷ് വിദ്യാർത്ഥികളും BA ഇംഗ്ലീഷ് വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാനുള്ള സെമസ്റ്റർ 2 പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാം അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം അതിന് പല വിദ്യാർത്ഥികളും തോൽക്കാറുണ്ട്, അല്ലെങ്കിൽ അവർ എക്സാമിന് വേണ്ടത്ര പ്രിപ്പയർ ആവാറില്ല. അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്തെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ടൊന്ന് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ഒരു യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എക്സാം എഴുതുമ്പോൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരിക, അതിനെങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനോ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ ഉണ്ട്. ആൻസർ എഴുതുന്ന സമയത്ത് ഒരു പാറ്റേൺ ഉണ്ട്, ഒരു ഇഗ്നോ ഒഫീഷ്യലായിട്ട് സ്വീകരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ ഒരു പാറ്റേണിൽ എഴുതി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇഗ്നോൻ്റെ ഭാഗത്ത് നിന്ന് മാർക്ക് കിട്ടുന്നതാണ്. യാതൊരു ടെൻഷനും വേണ്ട. അത്തരത്തിലുള്ള കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഉള്ള ക്വസ്റ്റ്യൻസ്, ലാസ്റ്റ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ബേസ് ചെയ്തിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അവലോകനം മാത്രമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഇതിൻ്റെ PDF ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഈ PDF നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് അയച്ചാൽ നിങ്ങൾക്ക് അത് പ്രിൻ്റ് എടുക്കാനോ ബാക്കിയുള്ള പർപ്പസിനൊക്കെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, നിലവിൽ നമ്മൾ ഈ ചർച്ച ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് BEGC 102 അല്ലേ, യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ഓൺലി ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് അല്ലേ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് ഹോണേഴ്സിനുള്ള BA ഇംഗ്ലീഷ് പഠിക്കുന്ന BA EGH ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുള്ള കമ്പൾസറി ആയിട്ട് ചെയ്യേണ്ട ഒരു പേപ്പറാണ് അല്ലേ ഇത്. നോക്കൂ എന്താണുള്ളത്. നമ്മൾ ഈ ഒരു ഗസ്റ്റ് പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ ടാർഗറ്റ് ജൂൺ 2026 ഡിസംബർ 2026 വിദ്യാർത്ഥികളെ ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവർക്ക് വളരെ ഉപകാരപ്പെടും ഈ ഒരു അവലോകനം കൊണ്ട്, ഈ ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട്. ഓക്കെ, അപ്പം ക്ലാസ്സിലേക്ക് പോവാം. ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഓരോ ചോദ്യം അവലോകനം ചെയ്ത് പോകുന്നില്ല. പ്രധാനപ്പെട്ട ഇതിലെ പോയിന്റുകളും നിങ്ങൾക്ക് ഈ ഒരു PDF നിങ്ങൾ പഠിക്കുകയെന്നുണ്ടെങ്കിൽ എന്തായാലും എക്സാമിന് നിങ്ങൾക്കൊരു 80 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അത്രത്തോളം ഗസ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ് നിങ്ങൾക്ക് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ ഗസ്റ്റ് പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 8 ചോദ്യം ചോദിച്ചതിൽ 8 ചോദ്യവും നമ്മൾ ഗസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസർ മാത്രമാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ശനിയാഴ്ച നടന്ന എക്സാമിൽ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും വളരെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് നമ്മളൊരു ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് 12 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു PDF-നകത്തുള്ളത്. ഓക്കെ, 12 ക്വസ്റ്റ്യൻസ്, അതും തന്നെ 4 ബ്ലോക്ക് കവർ ചെയ്തിട്ട് അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രധാനപ്പെട്ട കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഇഗ്നോന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള മോസ്റ്റ് 12 ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസറുകളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഈ ഒരു 38 പേജ് ഓഫ് ആൻസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കവർ ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, നമുക്ക് അപ്പാടെ 25 പേജ് എക്സാമിന് എഴുതാനുണ്ടാവുള്ളൂ. ഇവിടെ 38 പേജ് നമുക്ക് ഇഗ്നോയുടെ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ മാത്രമേ പരീക്ഷയ്ക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മളിവിടെ 12 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള 12 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ തരുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇഗ്നോന്റെ ഭാഗത്ത് നിന്ന് ഇഗ്നോന്റെ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു ആദ്യം അതിനൊരു മെയിൻ ആയിട്ടുള്ള ഹെഡിങ് കൊടുക്കണം. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ കോഡ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അവിടെ. പിന്നെ അതേപോലെ തന്നെ മീനിങ്, ഡെഫിനിഷൻ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളുടെ ആയി കൊടുക്കണം. മെയിൻ പാരാസ് വേണം, കൺക്ലൂഷൻ ഇങ്ങനെയൊക്കെ വേണം. ഇതൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതൊക്കെയാണ് 12 ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഇവിടെ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് വായിക്കാതെ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്, ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ പഠിച്ചിട്ടുള്ള, നിങ്ങൾ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട എക്സാമിന് എഴുതേണ്ട രൂപത്തിൽ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പേപ്പർ ഇവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, പാസേജ് വിത്ത് റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് അല്ലേ, ബാക്കസ് എന്നുള്ള ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. 5 മാർക്കിൻ്റെ ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. 5 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യന് വരുന്നത്. അപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു 5 പേജിൽ ആൻസർ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനനുസരിച്ചുള്ള
ഇത് മാത്രം എന്ത് ചെയ്താൽ മതി, ഇവിടെ എഴുതിയാൽ മതി. ഇവിടെ 150 വേർഡ്സ് നമുക്ക് എന്ത് ചെയ്യണം, 5 മാർക്കിന് മിനിമം വേണം നമുക്ക്. ജൂൺ 2 ലാസ്റ്റ് അപ്പിയോട് നോക്കൂ. ലാസ്റ്റ് ഇത് എവിടെയാണ് ചോദിച്ചിട്ടുള്ളത്, ലാസ്റ്റ് 2025 ഡിസംബറിലും ചോദിച്ചിട്ടുണ്ട്, ജൂണിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പുള്ള എക്സാമിലൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ ക്വസ്റ്റ്യൻ നോക്കൂ. എക്സാം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ഒരു ഇഗ്നോന്റെ സ്റ്റൈലിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. മേ ബി എക്സാമിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റ് താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു കോണ്ടെക്സ്റ്റ് ഇത് വിശദീകരിക്കാനാണ്. ഇതിന്റെ സാഹിത്യം എന്താണ് പറയാനുള്ളതാണ്, അതിന്റെ സന്ദർഭങ്ങൾ എങ്ങനെയാണ്, ഗിവിംഗ് ബ്രീഫ് ക്രിട്ടിക്കൽ മൂമെന്റ്സ്, അതിന്റെ സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതിന്റെ കോണ്ടെക്സ്റ്റ് അഥവാ സാഹിത്യപരമായിട്ടുള്ള അതിന്റെ കോണ്ടെക്സ്റ്റുകൾ പശ്ചാത്തലങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, ഇപ്പൊ താഴെയുള്ള പാസേജ് ഫോളോയിങ് ദ പാസേജ് എന്താണ്, ബച്ചാസ് അറൈവ്ഡ് ആൻഡ് ദ കോൺട്രീസ്റ്റഡ് റാങ്ക് വിത്ത് എക്സ്റ്റാറ്റിക് ക്രൈസിസ് അല്ലേ, എക്സ്റ്റാറ്റിക് ക്രൈസ് അഥവാ ബാക്കസ് അവിടെ വരുന്നു. പിന്നെ ഗ്രാമം മൊത്തം എന്ത് ചെയ്യണം, അവനെ ആഘോഷിക്കുന്ന രൂപത്തിൽ അവിടെ അവനെ സ്വീകരിക്കുന്ന ഒരു സെന്റൻസ് ആണ് നമ്മളെ ഈ ഒരു ബുക്കുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. അതിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സോഴ്സ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്നുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് ഇങ്ങനെ ഹെഡിങ് തന്നെ കൊടുക്കണം കേട്ടോ. നമ്മൾ അല്ലാതെ ഡയറക്റ്റ് പോയിട്ട് നമ്മൾ എന്ത് ചെയ്തൊരു പാരഗ്രാഫ് തുടങ്ങാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കൂ, ഇഗ്നോ സ്റ്റൈലിൽ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, അപ്പോൾ ഇവിടെ റെഫറൻസ് വിത്ത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എടുക്കുക. അതേപോലെ ഗിവിംഗ് ബ്രീഫ് ക്രിട്ടിക്കൽ മൂമെന്റ്സ്, ഇതിൻ്റെ ഒരു സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മൊമെന്റ്സുകൾ എന്ത് ചെയ്യണം, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ 2 പാർട്ടായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് 2 ഹെഡിങ്, ഇതിൽ പ്രധാനപ്പെട്ട 2 ഹെഡിങ് ഇവിടെ വരണം. നമ്മളിവിടെ നോക്കുന്നു എന്ത് ചെയ്യുന്നു, സോഴ്സ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്നുള്ള ഭാഗം എടുത്തിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് എക്സാമിന് ആ ചോദ്യത്തിന് നിങ്ങൾ എഴുതി കൊടുക്കുക. ഓക്കെ, അവൻ ആ കൺട്രിയിലേക്ക് വരുന്നു, ഗ്രാമപ്രദേശക്കാർ അവനെ സ്വീകരിക്കുന്നു, അപ്പോൾ അവരുള്ള ഒരു സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ സാഹചര്യങ്ങൾ പറയുന്നുണ്ട്, എക്സ്പ്ലനേഷൻ ആണ്. എപ്പോഴാണ് ഓവിഡ്സിൻ്റെ അല്ലേ ബുക്ക് 3 നിന്നുള്ള ഒരു ഭാഗമായിട്ടാണ് ഇത് വരുന്നത്, ഈ ലൈനുകളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ സന്ദർഭങ്ങൾ എന്താ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വിവരിക്കേണ്ടതുണ്ട്, അതിൻ്റെ ഒരു പശ്ചാത്തലം. പിന്നെ ക്രിട്ടിക്കൽ മൊമെന്റ്സ് എന്നുള്ള ഭാഗത്ത് വന്നു കഴിഞ്ഞിട്ട് അവസാനത്ത് എന്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു മൊമെന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് വിമർശനാത്മകമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കൺക്ലൂഷൻ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. ഇവിടെ 5 മാർക്കിൻ്റെ കൺക്ലൂഷൻ ആയതുകൊണ്ടാണ് ഇവർ 2 വരി നമ്മൾ എന്ത് ചെയ്തത്, അവസാനിപ്പിച്ചത്. ഓക്കെ, 20 മാർക്കിൻ്റെ കൺക്ലൂഷൻ ആണെങ്കിൽ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എഴുതുന്ന പാറ്റേൺ തന്നെ എന്ത് ചെയ്യും, ഇവിടെ മാറ്റം വരും. ഇത് ഏകദേശം നിങ്ങൾക്കൊരു 1 പേജിലേക്ക് എന്തായാലും എഴുതാനുണ്ടാവും. ഇത് എഴുതി കഴിയുമ്പോൾ 1 പേജിലേക്ക് നിങ്ങൾക്ക് എഴുതി കൊടുക്കാനുണ്ടാവും. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രൂപത്തിൽ ഇവിടെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, കൂട്ടി കൊടുക്കുകയും വേണം. എക്സ്പ്ലനേഷൻ എന്നുള്ളത് ഇതേപോലത്തെ ഹെഡിങ് നിങ്ങൾ കൊടുക്കണം. ക്രിട്ടിക്കൽ മൊമെന്റ് എന്നുള്ള ഹെഡിങ് നിങ്ങൾ എന്തായാലും കൊടുക്കണം. അതേപോലെ സോഴ്സ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൊടുക്കണം കേട്ടോ. അതേപോലെ കൺക്ലൂഷൻ എന്നുള്ള അവസാന ഭാഗത്ത് ഇതും നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കണം. മാത്രമല്ല എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ കടലാസ് പെൻസിൽ കൊണ്ടുപോകണം, സ്കെയിൽ കൊണ്ടുപോകണം. മാത്സിനല്ല അത് കൊണ്ടുപോകേണ്ടതെന്ന് വിചാരിക്കരുത് ആരും. നമ്മളെല്ലാ എക്സാമിനും എന്ത് ചെയ്യണം, നമ്മൾ സ്കെയിൽ കടലാസ് പെൻസിലൊക്കെ കൊണ്ടുപോകണം. ഇവിടെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടും ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ സോഴ്സ് ഓഫ് കോണ്ടെക്സ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. വൃത്തിയായിട്ട് നിങ്ങൾക്ക് ബോറാകാത്ത രൂപത്തിൽ എന്ത് ചെയ്ത് അങ്ങനെ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എവിടെയെങ്കിലും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഭാഗത്തും പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ പറ്റും. അത് നോക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് അത് ഐ ക്യാപ്ചറിങ് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം എഴുതുന്ന സമയത്ത് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരിക്കലും നമുക്ക് 3 മണിക്കൂർ സമയം വേസ്റ്റ് ആക്കി കളയരുത്. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സമയം, പ്രധാനപ്പെട്ട സമയം നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള ടെൻഷന് കാര്യങ്ങളൊന്നും ഇല്ലാതെ ആദ്യം പ്രിയോറിറ്റി കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ ഏതാണ്, ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ കൊണ്ട് തുടങ്ങിയ, എന്നിട്ട് ബാക്കിയുള്ള എക്സാം കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ തന്നെ ടൈം വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 5 മാർക്കുമായി ബന്ധപ്പെട്ടുള്ള ടൈം തന്നെയാണ് നിങ്ങൾ മാനേജ് ചെയ്യണം. വേറെ എന്ത് ചെയ്യരുത്, അവിടേക്കും ഇവിടേക്കും നോക്കിക്കൊണ്ടൊന്നും ടൈം നിങ്ങൾ എന്ത് ചെയ്യരുത്, ലാപ്സാക്കി കളയാൻ പാടില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ നോക്കൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. ഇതും ഒരു ഷോർട്ട് നോട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇത് നോക്കൂ, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോന്നിനും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഓക്കെ, അതേപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തതും 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 3 നിന്നുള്ള സെക്ഷൻ എയുമായി ബന്ധപ്പെട്ടുള്ള അതിൽ നിന്ന് ഭാഗത്ത് നിന്ന് പരാമർശിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക.
ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നാലാമത്തതും. 2023 ഡിസംബറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം തന്നെയാണ് വരുന്നത്. ഇനി 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ PDF ആവശ്യമുള്ളവരായിട്ട് നമ്മളായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് നമ്മളായിട്ട് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഇത് അയച്ചു തരുന്നതാണ്. ഓക്കെ, ഷോർട്ട് നോട്ട് 5ാമത്തത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. 2025 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു പാസേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2025 ജൂണിൽ എക്സാമിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4 സെക്ഷൻ ബിയിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഒരു ഷോർട്ട് നോട്ട് തന്നെയാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഓവിഡ്സിൻ്റെ ആ ബുക്ക് 3യിൽ നിന്നുള്ള ആ പോയറ്റിൽ നിന്നുള്ള ആ കൃതിയിൽ നിന്നുള്ള ഒരു ഷോർട്ട് നോട്ട് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് ഇവിടെ എഴുതാനുള്ളത്. ഓക്കെ, നിങ്ങൾ വായിച്ചവരായിരിക്കും, ബുക്ക് നിങ്ങൾ കണ്ണുപിടിച്ചവരായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സാമിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു 12-13 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൽ നിന്ന് എന്തായാലും 5 ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്നതാണ്. നിങ്ങൾ അത് നോക്കി ഇത് മാത്രം നോക്കി പോയാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും പാസ്സാവുന്നതാണ് കേട്ടോ. ഞാൻ നോക്കൂ, ഓരോന്നായി ഞാൻ വിശദീകരിക്കുന്നില്ല. 10 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ 20 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കും. ഇവിടെ 7ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഹൈ, ഇത് ചോദിക്കാനുള്ള ചാൻസ് ഹൈ ആണ് കേട്ടോ ഇവിടെ നിലവിലുള്ളത്. അതേപോലെ ഇത് 2024 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്, 2025 ജൂണിൽ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 എന്നുള്ള സെക്ഷൻ 3 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? എക്സ് ആണ് എഴുതാനുള്ളത്. ദ മാരേജ് പ്രപ്പോസൽ ഇൻ ദ പോർട്ട് ഓഫ് ഗോൾഡ് അല്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. ഇത് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നമ്മൾ റെഡ് മാർക്കിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇത് 450 വേർഡ്സ് വേണം, 20 മാർക്ക് വീതമാണ് ഇതിനുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിന് ചിലപ്പോൾ ഇങ്ങനൊരു എക്സാം പാറ്റേൺ ഗസ്സായിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ആയിരിക്കില്ല. ഇതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്. എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരു ഇത് വന്ന് എസ് എഴുതാൻ അല്ലെങ്കിൽ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മാരേജ് പ്രപ്പോസൽ ഇൻ പോർട്ട് ഓഫ് ഗോൾഡ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു സെൻറ്റൻസുമായി ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും 20 മാർക്കാണോ എസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആൻസർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതി കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നുള്ള ഫസ്റ്റ് ഉള്ളൊരു റെഫറൻസ് കേടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വേർഡ് കാര്യങ്ങളൊക്കെ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഹൈലൈറ്റ് ചെയ്തിട്ട് അത് എഴുതി കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ 2 ലൈനൊക്കെ വിട്ടിട്ട് വേണം. ഇത് വളരെ സിമ്പിളായിട്ട് ഇൻവെർട്ടർ കോമ എടുക്കുന്നു, ഓൺ ചെയ്യുന്നു, ഓഫ് ചെയ്യുന്നു, ഇൻവെർട്ടർ കോമ. തന്നെ താഴെ ഭാഗത്തൊരു വരിയൊക്കെ വിട്ടിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇൻ പ്ലോട്ടോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതി കൊടുത്താൽ എക്സാമിന് ഷുവറായിട്ട് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 450 വേർഡ് നമ്മൾ എക്സാമിനോട് എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും റെക്കഗ്നൈസ് ചെയ്യണം. എന്നിട്ട് നോക്കൂ, അതിൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് ആൻസറുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഇഗ്നോ സ്റ്റൈലിൽ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഗ്നോ സ്റ്റൈലിൽ നമ്മളെന്ന് പറയുമ്പോൾ അസൈൻമെൻറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതൽ വാരി വലിച്ച് എഴുതാൻ പറ്റില്ല. കുറഞ്ഞ വരിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ആശയം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ എഴുതാൻ പറ്റുള്ളൂ. വളരെ സമയമെടുത്തിട്ട് വൃത്തിയായിട്ട് വേണം നമ്മുടെ ഒരു 3 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യണം എക്സാം ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഓരോ പോയിന്റുകളും വെച്ചിട്ട് അതിൻ്റെ ദൗറിയുമായി ബന്ധപ്പെട്ടുള്ളത്, അഗെയിൻസ്റ്റ് ദൗറി ആർഗ്യുമെൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ആ ഒരു പാഠം പൂർണ്ണമായിട്ടും വായിച്ചവർക്ക് അതൊക്കെ മനസ്സിലാവുന്നതാണ്. നമ്മളിവിടെ പ്രീവിയസ് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ തരുന്നത്. ഇത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എക്സാമിന് നല്ല മാർക്കിൽ പാസ്സാവുന്നതാണ്. ഓക്കെ, അത് എൻ്റെ കൺക്ലൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇത്രയും ഇത് കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ ഭാഗത്തൊരു കൺക്ലൂഷനും കൊടുത്തിട്ടുണ്ട് അല്ലേ. നോക്കൂ, ഇത്രയും ഇവിടെ വിശദീകരിച്ച് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത നോക്കി 8ാമത്തെ ക്വസ്റ്റ്യനും അതേമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വുമൻ ദൗറി ഇൻ പോർട്ട് ഓഫ് ഗോൾഡുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത രസ ചോദിച്ചിട്ടുണ്ട്. 2025 ജൂണിൽ ചോദിച്ചിട്ടുണ്ട്, ഡിസംബർ 25 ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു എക്സാമിന് എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് PDF വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് റീപ്ലൈ കിട്ടും, ജസ്റ്റ് ഒരു മിസ് കോൾ അടിക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, നിങ്ങൾക്ക് വാട്സപ്പിൽ മിസ് കോൾ ചെയ്താൽ മതി, കോൾ ചെയ്യരുത്, വാട്സപ്പിൽ മിസ് കോൾ ചെയ്യുക. എന്നാൽ നമ്മൾ PDF നിങ്ങൾക്ക് ഇവിടുന്ന് അയച്ചു തരുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടില്ല എസ് പൊസിഷൻ ഓഫ് വുമൻ ആൻഡ് ദൗറി ഇൻ പോർട്ട് ഓഫ് ഗോൾഡ്. ഇതുമായി ബന്ധപ്പെട്ട എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്കാണോ, ഇത് പരാമർശിച്ചിട്ടുണ്ടോ, എന്തായാലും ഇതന്നെയാണ് ചോദ്യം ഉള്ളത്, അല്ലെങ്കിൽ ഇതന്നെയാണ് ആൻസർ ഉള്ളത്. കാരണം ഇഗ്നോൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ച് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ അവരെന്ത് ചെയ്യാറുള്ളൂ, ചോദിക്കാറുള്ളൂ. ഈ ഒരു പാസ്റ്റിലുള്ള കാര്യങ്ങൾ മുഴുവൻ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ അത് ചെറിയ വേർഡുകളൊക്കെ മാറ്റിയിട്ട് ക്വസ്റ്റ്യനിലുള്ള വേർഡുകൾ മാറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് ചോദ്യം സെക്കൻഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് എന്നല്ലാതെ
കണ്ടന്റിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു മാറ്റം വരുന്നില്ല. അങ്ങനെയാണ് ഇഗ്നോൻ്റെ ഒരു പൊസിഷൻ ഉള്ളത്, ക്വസ്റ്റ്യൻ്റെ ഒരു സ്ട്രക്ചർ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതുന്ന സമയത്തും ഇങ്ങനെ തന്നെ നമ്മൾ ഹെഡിങ് എഴുതിയിട്ട് കൊടുക്കണം. ഓക്കെ, ഇതിന് കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 11ാമത്തെ 20 മാർക്കിനുള്ള ഹൈ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതും ഇവിടെ എൻഡിങ് ഓഫ് ദ എൻഡിങ് ഓഫ് പോട്ട് ഓഫ് ഗോൾഡ് അല്ലേ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ തീർച്ചയായിട്ടും എഴുതി കൊടുക്കാൻ പറ്റും. 10ാമത്തെ ക്വസ്റ്റ്യനും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ 11ാമത്തെ ക്വസ്റ്റ്യനും ഇവിടെ ഉണ്ട്. നിലവിലുള്ള 20 മാർക്കിൻ്റെ ഓവിഡ്സിൻ്റെ നമ്മൾ പറഞ്ഞു അല്ലേ, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 20 മാർക്കിന് എന്ത് ചെയ്യും, വളരെ നിങ്ങൾ ചോദിക്കുന്നതാണ്. ഓക്കെ, ഈ PDF ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. എന്തായാലും എക്സാമിന് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, വളരെ ഗസ് ചെയ്തിട്ടുള്ള ഒരു രൂപത്തിലാണ് നമ്മൾ ഈ ഒരു പേപ്പർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോന്നും ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വളരെ ഉപയോഗപ്പെടും ഈ ഒരു PDF എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കഴിഞ്ഞ എക്സാമിന് നമ്മളൊരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എക്സാമിന് ചോദിച്ചത് നമ്മളെ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ അവലോകനം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. MCOMുമായി ബന്ധപ്പെട്ടുള്ള ഒരു പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പേപ്പറാണിത്. നമ്മുടെ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥികൾ ആരും ഈ എക്സാമിൽ തോൽക്കാൻ പാടില്ല. യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ എല്ലാവരും എന്ത് ചെയ്യണം, പാസ്സാവണം. നിങ്ങൾ ഒരു തവണ ചിലപ്പോൾ മേ ബി ആദ്യത്തെ എക്സാം എഴുതുന്നവരായിരിക്കും, രണ്ടാമത്തെ മൂന്നാമത്തെ തവണയ്ക്ക് എക്സാം എഴുതുന്നവരായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു എക്സാമിന് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഫെയിലായി പോകാൻ പാടില്ല. നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ഒരു 60 മാർക്കിനേക്കാൾ നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്യണം, ഇതിൽ പാസ്സാവണം. ഓക്കെ, ആ രൂപത്തിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു PDF വേണ്ടിയിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇതേപോലെ വേറെ ഏതെങ്കിലും ഗസ്റ്റ് പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. അതേപോലെ പല വിദ്യാർത്ഥികളും എന്ത് നമ്മുടെ ഗസ്റ്റ് പേപ്പർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകും. അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾ ഒന്ന് അറിയിക്കണം കേട്ടോ. ഓക്കെ, പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക്